വൃക്ക ശസ്ത്രക്രിയയിൽ ഇന്ത്യയിലെ തന്നെ അതിവിദഗ്ധനായ ഡോക്ടർ ജോർജ് പി എബ്രഹാം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത ഡോക്ടറെ അറിയാവുന്നവർക്കെല്ലാം ഉണ്ടാക്കിയ ഞെട്ടൽ ചെറുതൊന്നുമല്ല. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ വൃക്ക മാറ്റിവെക്കൽ നടത്തിയ ലോകത്തെ മൂന്നാമത്തെ സർജൻ, മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൽ നിന്നും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സംസ്ഥാനത്ത് ആദ്യമായി നടത്തിയ സർജൻ തുടങ്ങി വൃക്കരോഗ ചികിത്സയിൽ ഒട്ടേറെ നേട്ടങ്ങൾ തന്റെ പേരിൽ എഴുതി ചേർത്താണ് ഡോക്ടർ ജോർജ് മടങ്ങുന്നത്. എത്രയോ ജീവനുകളും ജീവിതങ്ങളും കരകയറ്റിയ ഈ ഡോക്ടർ എന്തിന് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്തു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് ഡോക്ടറെ നേരിട്ടറിയുന്ന ആളുകൾ പറയുന്നത്. കാരണം എന്നും ചിരിക്കുന്ന മുഖത്തോടെ, ഉന്മേഷവാനായി, ഊർജ്ജസ്വലനായി, ആത്മവിശ്വാസത്തോടെ രോഗികളോടും കൂട്ടിരിപ്പുകാരോടുമെല്ലാം സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അവൻ എന്നായിരുന്നു ഇദ്ദേഹം വൃക്കകളെ അഭിസംബോധന ചെയ്തിരുന്നത് എന്നാണ് രോഗികൾ പറയുന്നത്. അവനെ നമുക്ക് റെഡിയാക്കാം, അവനെ എടുത്തു മാറ്റാം, അവന്റെ സ്വഭാവം അങ്ങനെയാണ്, അവന് നല്ല വെള്ളം കൊടുക്കണം, അതുപോലെ അവനെ കൊണ്ട് അധികം ജോലി എടുപ്പിക്കേണ്ട തുടങ്ങിയ രീതിയിലൊക്കെയായിരുന്നു ഡോക്ടറുടെ സംസാരങ്ങൾ. ഒരു വിദഗ്ധനായ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം 75 വയസ്സ് എന്ന് പറയുന്നതൊന്നും വലിയ ഒരു പ്രായമായി കണക്കാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് വേദനയില്ലാതെ മരിക്കാൻ ഒരുപാട് വഴികളിരിക്കെ എന്തിന് ഇങ്ങനെ ഒരു തൂങ്ങിമരണം തെരഞ്ഞെടുത്തു തുടങ്ങിയ ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് സഹോദരനോടൊപ്പം നെടുമ്പാശ്ശേരി തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിലെത്തിയ ഡോക്ടർ പിന്നീട് സഹോദരനെ പറഞ്ഞുവിട്ട ശേഷം അവിടെ തങ്ങുകയായിരുന്നു. രാത്രി ഏറെ വൈകിട്ടും എറണാകുളത്തെ സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്താത്തതിനെ തുടർന്ന് മകൻ നടത്തിയ അന്വേഷണത്തിലാണ് ഫാം ഹൌസിലെ ഗോവണിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത്. കയറുമായി ഡോക്ടർ മുകളിലേക്ക് കയറിപ്പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രായാധിക്യവും അതിന്റെ ഭാഗമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നുവെന്നാണ് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. പഴയതുപോലെ ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയുന്നില്ലെന്നും അതിൽ നിരാശയുണ്ടെന്നും ആത്മഹത്യാ കുറിപ്പിൽ വിവരിക്കുന്നതായി പോലീസ് അറിയിച്ചു. അടുത്തിടെ അദ്ദേഹത്തിന്റെ നട്ടലിന് ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. നിലവിൽ എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായിരുന്നു ഇദ്ദേഹം. രാജ്യത്ത് തന്നെ വൃക്കരോഗ ചികിത്സയിൽ ഒട്ടേറെ നേട്ടങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ്. 32 വർഷം നീണ്ട കരിയറിൽ ഇദ്ദേഹം 2500-ലേറെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുമുണ്ട്. എന്നാലും ഇദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. നിലവിൽ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊന്നുമില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇത്തരമൊരു നിസാര പ്രശ്നത്തിനു വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന ആളല്ല ഇദ്ദേഹം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.